എൻ്റെ മച്ചു എല്ലാവരോട് ചോദിച്ചൊരു ചോദ്യം, ഇതെന്തിനാണ് ചൈനയിൽ പോയത്? നാട്ടിലൊന്നും ഇവിടെ കോളേജിലായിട്ടാണ് ചൈനയിൽ പോയി പഠിച്ചത്, അത്രയും ദൂരത്ത് പോയി പഠിച്ചത്? എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിനി. ഓരോടൊക്കെ ഇച്ച് പറയാമല്ലോ വെച്ച് കഴിഞ്ഞാൽ, ഇച്ച് പണ്ട് മുതലേ ബിസിനസ് ചെയ്ത് ഇതാവാനേയും താല്പര്യം, ബിസിനസ് ചെയ്യാന്നാണ് എൻ്റെ പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹം. അപ്പോൾ ഞാൻ +2 കഴിയാനായപ്പോൾ തന്നെ, ഇനി ഡിഗ്രിക്ക് പോണതിന് മുന്നേ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് +2 കഴിയാനായപ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഒരു കസിനും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കിയിനി. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ് മുന്നിൽ വന്ന്. വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ തന്നെ. എല്ലാവർക്കും വരുന്ന പ്രശ്നമാണല്ലോ പൈസ. അപ്പോൾ നമുക്കത് പൈസ ഇപ്പോൾ എടുക്കാൻ കഴിയൂല എന്നുള്ളൊരു മനസ്സിലായേക്ക് നമ്മൾ ചെറുതായിട്ടാണ് സൈഡിലേക്ക് വെച്ച്, പൈസ ഉണ്ടാകുമ്പോൾ ചെയ്യാനുള്ള രീതിയിൽ സൈഡിലേക്ക് വെച്ച്. അപ്പോൾ തന്നെ നമ്മൾ +2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്ക് പെരക്കാരും ഫാമിലി എല്ലാവരും പറയുക, ഡിഗ്രി എടുത്തോ, ഡിഗ്രി നാട്ടിലെടുത്ത് കഴിഞ്ഞാൽ അത്രയും നന്നാവും, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കൊക്കെ പോയാൽ മതി, ഇപ്പം തന്നെ പുറത്തേക്കൊന്നും പോകണ്ടായിരുന്നു. ഇച്ചാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനാണ് ഇച്ചാഗ്രഹം. കാരണം നമ്മൾ ഡിഗ്രി അവിടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര കാലം അവിടെ എടുക്കുമോ അത്രയും കാലം നമ്മൾ സേഫ് സോണിൽ അങ്ങനെ നിൽക്കുക. കാരണം നമ്മൾ പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോകുന്നോളും പുറത്തേക്ക്. വെറുതെ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നിർത്തം അവിടെ ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോ പറയാം.